ഇന്നത്തെ യാത്ര ഷാർജയിലെ കൽബയുടെ ഏറ്ററ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഹാങ്ങിങ് ഗാർഡനിലേക്കാണ്. ഒരുപാട് നാളുകളായിട്ട് അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചാണ്. 2024 ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. വളരെ മനോഹരമായ 1.6 മില്യൺ സ്ക്വയർ ഫീറ്റിൽ ഒരുങ്ങിയ ഈ ഗാർഡൻ സമുദ്രനിരപ്പിൽ നിന്ന് 2080 അടി മുകളിലാണുള്ളത്. അതുപോലെ ഇതിൻ്റെ താഴെ ഒരു ഡാമുണ്ട്. അവിടുന്ന് വെള്ളം പമ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആർട്ടിഫിഷ്യലായിട്ടുള്ള വാട്ടറുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. 100,000-ലധികം മരങ്ങളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അത് ഈ മലഞ്ചേരി, അതുകൊണ്ടാണ് ഇതിന് ഹാങ്ങിങ് ഗാർഡൻ എന്ന പേര് വരാൻ കാരണം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഒരു ലെബനീസ് റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ സെറ്റപ്പിലാണ് ഇവിടെയുള്ള മല മൊത്തം ഗാർഡനാക്കി മാറ്റിയിട്ട് ചെയ്തു വെച്ചാണ്. എന്തായാലും മലയുടെ മുകളിലേക്ക് ഒന്ന് കയറുന്നുണ്ട്. സൂര്യനൊക്കെ ഇങ്ങനെ തട്ടി ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ പ്ലേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. കൽബയിലുള്ള നമ്മുടെ ഹാങ്ങിങ് ഗാർഡൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 2 മണിയായിട്ടുണ്ട്. ചെറുതായിട്ട് സൂര്യനുള്ളൂ. പിന്നെ ഇന്ന് മഴയ്ക്ക് സാധ്യതയുള്ളൊരു ദിവസം കൂടിയായിരുന്നു. വലുതായിട്ട് മഴയൊന്നും പെയ്തില്ല. രാവിലെ ചാറിയിട്ടോ, ഷാർജയിലേക്ക് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ വന്നിട്ട് മലയോരത്ത് വന്ന് ഒരു പൂന്തോട്ടത്തിൻ്റെ താഴെ ഇരിക്കുന്ന രസകരമായ കാഴ്ച ആഡിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. മഴയെന്ന് പറഞ്ഞിട്ട് ചൂടായില്ല. സ്റ്റെപ്പുകൾ കയറി തുടങ്ങി. ഇവിടെ അധികം തണുപ്പില്ല കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കിളികളുടെ സൗണ്ടുകളൊക്കെ വരുന്നുണ്ട്. ചെറുതായിട്ട് കിതപ്പൊക്കെ അനുഭവപ്പെടുന്ന കുറേ നാളായി അതുപോലെ കയറ്റങ്ങളൊക്കെ കയറിയിട്ട്. ഇവിടെ ഒരു ചെറിയ നിരപ്പുണ്ട്. ആഹാ, ഫുള്ള് ബോഗൺവില്ല കൊണ്ട് ഇങ്ങനെ സെറ്റായിട്ട് വെച്ചിരിക്കുക കേട്ടോ. ഇങ്ങോട്ട് ചെല്ലുന്നതോറും വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ അടുത്തുള്ള സൗന്ദര്യം ആസ്വദിക്കാം. ഏകദേശം പകുതിയോളം എത്തി. അല്ല, ഞാൻ വിചാരിക്കുന്നത് ഇത്രയും വെള്ളമൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് എങ്ങനെ ഒരു സെറ്റ് ചെയ്യണമെന്നാണ്. എത്ര ക്യൂബിക് മീറ്റർ വെള്ളമായിരിക്കും ഒരു സമയത്ത് ഒഴുകിക്കൊണ്ടിരിക്കുക. ഒഴുക്കിന് നല്ല ശക്തിയുണ്ട് കേട്ടോ. വെറുതെ അല്ല അകലേന്ന് കാണാൻ ഇത്രയും ഭംഗി. നേരത്തെ നമ്മൾ വന്ന് ഫോട്ടോ എടുത്ത സ്ഥലമാണ് ആ കാണുന്നത്. ഈ ഭാഗത്ത് അവർ തിരിച്ചങ്ങോട്ട് പോയി. ഉപ്പോസിനും ഇവിടെ നല്ല ബോഗൺവില്ലയുടെ മനോഹരമായ കളക്ഷൻസ് ഉണ്ട്. നോക്കി നടക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് താഴെ എത്തും. ഇത് നമ്മളിവിടുന്ന് ലെഫ്റ്റ് പിടിച്ച് കയറാൻ വേണ്ടി പോവാണ്. എന്താ, ആ ഭാഗത്തൊക്കെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. ഈ കൽപ്പടവുകളാണ് ഏറ്റവും മനോഹരമായിരിക്കുന്നത്. കല്ലുകൾ കൊണ്ട് മാത്രം കെട്ടിക്കണം.
ഇവിടുന്ന് ഓടിക്കയറാൻ പറ്റില്ല, നല്ല കയറ്റുണ്ട്, മേളിൽ ചെന്ന് വെള്ളം പോലും കിട്ടില്ല. ഈ കൽപ്പടവുകൾ അവസാനിക്കുന്നില്ല. ഒരിക്കലും കയറ്റം കയറുമ്പോൾ ഒറ്റയടിക്ക് ആരും കയറി വരരുത്. ഇവിടെ മാത്രമല്ല, ഏത് കാട് കയറുകയാണെങ്കിലും ഒറ്റ സ്റ്റെപ്പിൽ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ കിതച്ച് ഒരു പരുവായി തീരും. അവിടെ കുറച്ച് നേരം നടക്കുക, റെസ്റ്റ് ചെയ്യുക, വീണ്ടും നടക്കുക. വാവ്, ശരിക്കും രാജവീതി എന്നൊക്കെ പറയുന്ന പോലെ പൂന്തോട്ടത്തിൽ ഇങ്ങനെയുള്ള വീതികളൊക്കെ ഉണ്ടോ? എന്താ ഭംഗി. ഇപ്പോഴാണ് നമ്മുടെ ബൊഗേൺവില്ല പൂത്തതും ഞാനാകുന്നൊരോർമ്മയും ആ പാട്ടിൻ്റെയൊക്കെ മനോഹാരിതരാണ്. ചെറിയ വഴി, ഇതൊരു ടൈപ്പിലുള്ള ബൊഗേൺവില്ല, മനോഹരം. ഇത് അതിമനോഹരമായ കാഴ്ച. വേറൊരു ടൈപ്പ് പൂ നിൽക്കുന്നുണ്ട്, ഒരു ഓറഞ്ച് കളർ പൂ വേണ്ട. സൺലൈറ്റിൻ്റെ ലൈറ്റ് അടിക്കുന്നതിന് അറിയാൻ പറ്റില്ല. ഈ മഞ്ഞ കളർ പൂവൊക്കെ ആയിട്ട് ഒരു ചെടി ഇവിടെയുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം മനസ്സിലായി. ഞാൻ വിചാരിച്ചു ചെതലാന്ന്. ഈ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പശ കൊണ്ടാണ്, ഈ മരത്തിൻ്റെ പൊടിയില്ലേ, മരത്തിൻ്റെ പൊടികൾ കൊണ്ടുള്ള പശ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഈ ചെറിയ ചെറിയ കേടുകളൊക്കെ അവർ ഒട്ടിച്ചു കൊടുത്തേക്കുക. കറക്റ്റ് ചെതൽ പോലെയില്ലേ, ചെതലല്ല. അതുപോലെ ഇത് സിമെൻറ്റും ഏകദേശം സിമെൻറ്റ് തന്നെയാണ്. അതിൽ വേറെ പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കണം. ഒരു ഓൾഡസ്റ്റ് ഫാഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേക്കെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഈ നടക്കുന്ന വഴിയൊക്കെ അടിപൊളി കേട്ടോ. അവിടെ നിന്ന് മണ്ണൊലിപ്പ് ഉണ്ടായി കഴിഞ്ഞാലും പെട്ടെന്ന് ഇങ്ങോട്ട് വരാത്ത രീതിയിൽ തടഞ്ഞിടാൻ വേണ്ടിയിട്ട് മതിലൊക്കെ ഇട്ടിട്ടുണ്ട്. അവരെവിടെ ഇരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല, അത്രയും താഴെ. അവിടെ ആ കുട്ടികൾ കളിക്കുന്നില്ലേ ആ ഭാഗത്ത്. നോമ്പിൻ്റെ സമയമുണ്ട്, ആരെയും കാണില്ല കേട്ടോ. എന്തായാലും വാട്ടർഫോളിന് മുകളിലേക്ക് പോകണം. വന്ന വഴി തിരിഞ്ഞ് നടന്ന് വന്ന വഴിയിൽ നമ്മൾ കണ്ട കാഴ്ചകൾ തിരിച്ച് കണ്ടിട്ട് തിരിച്ച് നടക്കാം. നല്ല അടിപൊളി. ഇതാണ് അവിടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞ മഞ്ഞപ്പൂക്കളും ഓറഞ്ച് പൂക്കളും നിൽക്കുന്ന പുഷ്പങ്ങൾ. നല്ല രസമുണ്ട്. ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ഒരു റിലാക്സേഷനൊക്കെ ഉണ്ട്. പിന്നെ കിതപ്പൊക്കെ ഒന്ന് മാറി. കുറേ നാളായാലും ഇങ്ങനെ ഹൈക്കിംഗ് ഒക്കെ ചെയ്തിട്ട്, ചിലപ്പോൾ അതുകൊണ്ടാകാം. നമ്മുടെ കൽബയിലെ ഹാങ്ങിങ് ഗാർഡൻ മോളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇത്രയും വലിയൊരു പാർക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും തുഞ്ചത്ത് വന്നിട്ട് നമുക്ക് ഒരു സംഭവം കാണാനുണ്ട്. ഇത്രയും വലിയ പാർക്കിന് ഉള്ളിൽ മലയില്ല നമ്മൾ പ്രതീക്ഷിക്കുക. ആ മരം മൊത്തം അവിടെ നിന്ന് വെട്ടിത്തുറന്നുണ്ടാക്കിയിട്ട് കണ്ടോ, ഇവിടെ വരുന്ന വണ്ടികൾക്ക് മേലിൽ വന്ന് പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ്. ഇപ്പോൾ ചില സീനിയേഴ്സായിട്ടുള്ള അറബികൾക്കൊക്കെ താഴെ നിന്ന് നടന്ന് കയറി വരാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഫുള്ള് പാർക്കിങ്ങാണ്. ഞാൻ പറയുന്നത് പെട്ടെന്നൊരു ഭൂമികൾക്ക് ഉണ്ടായാലും പോവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വന്ന് വെറുതെ ആയില്ല. അവിടെ മഞ്ഞപ്പൂക്കൾ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ടോ, അതിൻ്റെ ഒപ്പമുള്ള പച്ചപ്പും, അതൊന്ന് രസകരമായ മറ്റൊരു കാഴ്ച. വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുന്നു. നോമ്പ് തുറക്കാൻ ഏകദേശം ഇനി ഒരു 1.5-2 മണിക്കൂർ കൂടി ഉള്ളൂ. ഈ സൂര്യപ്രകാശത്തിൽ പച്ചപ്പും നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഇത്രയും വർഷം പല സ്ഥലങ്ങളും കറങ്ങാൻ വേണ്ടി പോയിട്ട് ഞങ്ങൾ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു പോകാനാണ്. പക്ഷെ ഇവിടെ വന്ന് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. ഒരുപക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടായിരിക്കില്ലേ, ക്ലൈമറ്റ് ഇച്ചിരി ചൂടാണ്. പക്ഷെ നമ്മളെ അത്രയും സംതൃപ്തമാക്കുന്ന രീതിയിലുള്ള ഇവിടുത്തെ പുഷ്പങ്ങൾ, അതാണ് നമ്മളെ ഏറ്റവും ഇങ്ങോട്ട് വീണ്ടും അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
ഉച്ച സമയമായിട്ട് നമുക്ക് ഒരു ക്ഷീണം തോന്നില്ല. ഈ പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാവാം. എൻ്റെ വലത് സൈഡിൽ കണ്ടോ, ഈ ഭാഗത്താണ് നമ്മുടെ വാട്ടർഫോളിൻ്റെ ആ ഭാഗമൊക്കെ വരുന്നത്. ഈ കവരി വിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ താഴെ എത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനുള്ള ഫുൾ സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ ചെയ്തിട്ടാണ് ഇവർ ഈ ഗാർഡൻ തന്നെ ക്രിയേറ്റ് ചെയ്തത്. നമ്മുടെ കയ്യിൽ സ്റ്റെബിലൈസർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് മൊബൈൽ കയ്യിൽ നിന്ന് പോകുമെന്നുള്ളൊരു പേടി വേണ്ട. മൊബൈൽ ചാർജ് ഉണ്ടായി മതി. ആഹാ, കിളികളുടെ മനോഹരമായ സൗണ്ട്. അതുകൂടെ അതിൻ്റെ ഇപ്പുറത്ത് അടിപൊളിയായിട്ട് ബോഗൺവില്ലൊക്കെ തകർത്ത് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ വാട്ടർഫോളിൻ്റെ കാഴ്ച അടിപൊളിയല്ലേ. ഞാൻ പെട്ടെന്ന് പാസ് ചെയ്തപ്പോൾ നമ്മുടെ വാട്ടർഫോളിൽ നിന്ന് പെട്ടെന്ന് ഉടക്കി. ഇവിടെ നിന്ന് അങ്ങനെ കാര്യമായിട്ടില്ല എനിക്ക് തോന്നുന്നു. ഇവിടെ നിന്ന് സ്ട്രെയിറ്റായിട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോകാനുള്ളൊരു വഴിയാണ് ഇനിയുള്ളത്. അത് കുറച്ചധികം ദൂരമുണ്ട്. ഇവിടെ നല്ല കാഴ്ച കേട്ടോ, വാട്ടർഫോളിൻ്റെ അടിപൊളി മനോഹരമായ ഇടിവെട്ട് കാഴ്ചയാണ്. സൂപ്പറല്ലേ വാട്ടർഫോളിൻ്റെ. പെട്ടെന്ന് ഓടി നടക്കുന്നുണ്ട്, പക്ഷേ വെള്ളവും കാര്യമൊന്നും കയ്യില്ലാത്തതുകൊണ്ട് എങ്ങാനും നമുക്കൊരു തളർച്ച അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. ഉണ്ടാവണേ ചെറുതായിട്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരാനുള്ള പത്രപ്പാട് നിൽക്കുന്നുണ്ട്. നമ്മൾ വന്ന വഴികൾ, നമ്മുടെ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിപൊളി ദൃശ്യം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയ കാഴ്ച. ഞാൻ നടന്നു വന്ന വഴി കേട്ടോ. ഇവിടെ ആരംഭിക്കാം. അവിടെ പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ? താഴെ പെട്ടെന്ന് എത്തുമോ? ഇതിൽ ഇറങ്ങുമ്പോൾ ചെറുതായിട്ടൊരു പേടി വരുന്നു കേട്ടോ. അത് കുത്തനുള്ള ഇറക്കല്ലേ. പക്ഷെ അതിൽ കയറി കഴിഞ്ഞ് നമ്മൾ അത് ഇറങ്ങണമെന്നില്ല. സൂര്യൻ്റെ താഴത്തേക്കൊന്നും പോവില്ല, പക്ഷെ എന്നാലും ഉണ്ടോ ഇത് മുകളിൽ നിന്നുള്ള കാഴ്ച ഉണ്ട്. പാറക്കൂട്ടങ്ങൾ, ഇതേപോലെയുള്ള പാറക്കല്ലുകൾ കൊണ്ടായിരിക്കും ഇത് മൊത്തം കെട്ടിപ്പടുത്തിട്ടുണ്ടാവുക. ശരിക്കും നമ്മൾ വയനാടോ അതേപോലെ മൂന്നാറൊക്കെ പോയിട്ട് ഒരു ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ പ്രതീതിയാണ് ഇതിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നണം കേട്ടോ. അത്രയും ഒരു രസകരമായൊരു തിരിച്ചിറക്കം. ഞാൻ പ്രതീക്ഷിച്ചത് ഈ വഴിക്ക് വരാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ പ്രതീക്ഷകൾക്കപ്പുറത്താണ് ഈ വരവ് എന്ന് മനസ്സിലായി. ഇതിലേ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർഫോളിന് മുകളിൽ നിന്നുള്ള കാഴ്ച കിട്ടും. എന്തായാലും അവിടെ വരെ പോകണം. ഈ കാര്യം ചെയ്യാം, ഇതിലേ പോയിട്ട് അതിൽ ഇറങ്ങി വരാം. എന്തായാലും വാട്ടർഫോളിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ ഷൂട്ട് ചെയ്തില്ലല്ലോ. അപ്പോൾ അതുകൂടി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല വ്യൂസ് കിട്ടും. ഇവിടെ അതെ കേട്ടോ, വഴിയിലൊക്കെ മരന്നിട്ട് വെച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് വീണ്ടും എടുക്കാറായിട്ടുണ്ട്. ഏകദേശം വെയിലൊക്കെ ഒന്ന് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു 4-4:30 ഇപ്പോൾ കഴിയുമ്പോൾ നമ്മുടെ ഹാങ്ങിങ് ഗാർഡനോട് വിട പറയണം. ഒരു 5 മണിയാകുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് വിട പറഞ്ഞാൽ പറ്റും. കാരണം തണുപ്പായി കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് 4:30 ആയി കഴിയുമ്പോഴേക്കും പോകണം. പക്ഷെ നല്ല കാഴ്ച കേട്ടോ. കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസകരമായ വാട്ടർഫോളിൻ്റെ അതിമനോഹരമായ കാഴ്ച. ഇത് കാണുമ്പോൾ നമ്മുടെ
നയാഗ്ര വെള്ളച്ചാട്ടം, അതേപോലെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഓർമ്മ അതിനുള്ളിൽ അടിപൊളി റെസ്റ്റോറൻ്റാണ്. ലബനീസ് റെസ്റ്റോറൻ്റാണ് കാണുന്നത്. ലബനീസ് റെസ്റ്റോറൻറ്റ്. അതേപോലെ അവിടെയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോസ്റ്റിനും മമ്മിയും കുക്കും ഒക്കെ താഴെ നിൽക്കുന്നത്. നേരത്തെ ഞാൻ പോയിട്ട് ഇറങ്ങി വന്ന വഴിയാണ് ആ കാണുന്നത്. ആ വലിയ വഴിയില്ല അതിലെയാണ് ഞാൻ പോയിട്ട് ഇറങ്ങി വന്ന വഴി. കൊള്ളാല്ലേ? അപ്പോൾ നീ ഇവിടെ തിരിച്ചു കിടക്കുന്നു. വെള്ളത്തിൻ്റെ ആരവങ്ങളും അതിൻ്റെ ശബ്ദമുഖരിതമായ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ആൾക്കാർക്ക് റെസ്റ്റ് ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഷാർജയിൽ ഇങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ താമസിക്കുന്ന സ്ഥലം മാത്രം അത്രയ്ക്കാണ് പോരാ. അവിടെ ചെറിയൊരു പാർക്കും ഒരു 10-15,000 ആൾക്കാരും. 15,000 പോരാ എനിക്ക് തോന്നുന്നത്. ഈ 15,000 പേർക്ക് പറ്റിയ ഒരു പാർക്കാണോ അല്ലാതെ പാർക്ക്? ഒരിക്കലും അല്ല. അവിടെയൊക്കെ കുറേ മാറ്റങ്ങൾ വരണം. ഇതേപോലുള്ള ചെറിയ വലിയ പാർക്കുകളൊക്കെ വന്നാലേ ശരിയാവും. ഇവിടെ നിങ്ങോട്ട് തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വഴിക്കാണ് നമ്മൾ കയറി വന്നത്. അപ്പോൾ നമ്മൾ മന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഈ കാലുകളൊക്കെയാണ്. കാലിനിടയിലൂടെ വരുന്ന വെളിച്ചം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ പാർക്കിന് താഴെ പോയിട്ടുള്ള ഫോട്ടോ വ്യൂസ് കാണാം. ഞാൻ പയ്യെ താഴത്തേക്ക് ഇറങ്ങട്ടെ. അപ്പോഴും നമ്മുടെ വാട്ടർഫോളിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല മനോഹരമായ സൗണ്ട് അവിടെ നിന്ന് കേൾക്കുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മനോഹരമായ നമ്മുടെ ഹാങ്ങിങ് ഗാർഡനിൽ വന്നിട്ടുള്ള കാഴ്ചകൾ. ഹാങ്ങിങ് ഗാർഡനിൽ വരാത്ത ആൾക്കാരാണ് എന്തായാലും വരണം കേട്ടോ. ഷാർജ, അജ്മാൻ, ദുബായ്, ഫുജേറ താല്പര്യമുള്ള ആൾക്കാർ പിന്നെ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ വരാത്ത ആൾക്കാർ എന്തായാലും വരണം. നമുക്ക് ഇവിടെ പാർക്കിംഗ് ഫീസൊക്കെ ഇച്ചിരി കൂടുതലാണ്. 1 മണിക്കൂറിന് 10 ദിർഹംസൊക്കെയാണ്. നമുക്ക് അപ്പോൾ പേ ചെയ്യണ്ട, പിന്നെ ഒരു ആപ്ലിക്കേഷനിൽ കയറി പേ ചെയ്താൽ മതി. പക്ഷെ എന്നാലും ഇവിടെ വന്നിട്ട് പിള്ളേരെ കൊണ്ടൊക്കെ ഒരു ഈവനിങ് ഒരു 3 മണിക്ക് മുന്നേക്ക് വരണം കേട്ടോ. എന്നാലും കാര്യമുള്ളൂ. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒട്ടുക്കത്തെ തണുപ്പായിരിക്കും. പിന്നെ ചൂട് സമയത്ത് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ വന്നാലാണ് കാര്യമുള്ളൂ. നേരത്തെ വന്ന് ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഒരാഴ്ചയിലല്ല, മാസത്തിൽ 2-3 പ്രാവശ്യം വന്നാലും കുഴപ്പമില്ല. അതിനുള്ള സെറ്റപ്പ് കൂടി ഉണ്ട്. ബാർബിക്യൂ ചെയ്യാനുള്ള സെറ്റപ്പ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നണേ. അല്ല, അങ്ങനെയുള്ള സ്ഥലം ഞങ്ങൾ കണ്ടില്ല. പക്ഷേ ആ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയും. എന്തായാലും ഇവിടെ ചോദിച്ചിട്ട് പോകുന്നുള്ളൂ. എന്നാലും വാട്ടർഫോളിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ച ഇതൊക്കെയാണ്. ഞാനിങ്ങനെ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓക്കെ, അങ്ങനെ ഹാങ്ങിങ് ഗാർഡനോട് വിട പറയുന്നു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള വെള്ളം മൊത്തം കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരും ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും സോഴ്സസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇവിടെ കഫറ്റേരിയൻ റെസ്റ്റോറൻറ്റ്സ് പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആസ് പെർ ഷാർജ മുനിസിപ്പാലിറ്റി ഇവിടെ നിയമം അനുസരിച്ച് ഇവിടെ വെള്ളം വിൽക്കാൻ പാടില്ല. അപ്പോഴാണ് നമ്മുടെ കോട്ടയംകാരനായിട്ട് ചാൾസ് എന്ന് പറഞ്ഞ ചേട്ടനെ പരിചയപ്പെട്ടത്. പുള്ളി ഫാമിലിയായിട്ട് ഇവിടെ ഔട്ടിങ്ങിന് വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിൽ വെള്ളം കഴിഞ്ഞു ബ്രോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും പുള്ളി ഓടി വന്ന് പുള്ളിയുടെ വണ്ടിയിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് വന്നു. അപ്പോൾ അതാണ് എന്താ പറയുക, ഒരു കുപ്പി വെള്ളത്തിന് വരെ ബുദ്ധിമുട്ടി പോയിരുന്നു. വെള്ളം മൊത്തം കഴിഞ്ഞു പോയിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അങ്ങനെ ഹാങ്ങിങ് ഗാർഡനിൽ വന്നിട്ട് വളരെ സന്തോഷത്തോടെ മടങ്ങുന്നു. ഇനിയും വരാമെന്ന പ്രതീക്ഷയോടുകൂടി.